അംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാൻ, അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാൻ. അംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാൻ, ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടിയോട്ടം തികയ്ക്കാൻ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടിയോട്ടം തികയ്ക്കാൻ. ദാസന്മാർക്കും ദൈവജനങ്ങൾക്കും ഭവനത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ ശരണം. നമുക്ക് ഒരു ചെറിയ കൂട്ടമായിട്ട് ഇന്ന് രാത്രി ഈ വാത്സല്യാഭവനത്തിന്റെ തണലിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായതിൽ നിങ്ങളോടൊപ്പം ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയും ഇവിടുത്തെയുമായിട്ടൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇവിടെ തന്നെ മുൻകാലങ്ങളെക്കാട്ടിൽ വ്യത്യസ്തമായ അവസ്ഥകളാണ് ഉണ്ടാകുന്നതെന്നാണ് കേൾക്കുന്നത്. എന്തായിരുന്നാലും നാം ഒരു വൈകവേളയിലാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിലായാലും കേരളത്തിലായാലും ലണ്ടനിലായാലും മറ്റുള്ളതായാലും മനുഷ്യന്റെ സ്വഭാവത്തോടനുബന്ധിച്ച് ദൈവവും കാലഗതികളെ മാറ്റിക്കൊണ്ടിരിക്കും. പ്രകൃതിയിൽ കൂടെ തമ്പുരാൻ ഇടപെടുന്നു എന്നുള്ളത് ചരിത്രപരമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇതെനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു കാര്യം. കുമ്മനാട്ട് നടക്കുന്ന ഉപവാസ പ്രാർത്ഥന വളരെ ആക്റ്റീവായ പ്രവർത്തനമായി ദൈവന്മാരിൽ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ജേക്കബ് ജോൺ അവർ വളരെ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ദർശനത്തോടുകൂടെ താനത് പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം വളരെ അക്ഷീണമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്ന് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. സ്തോത്രം. നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ നാട്ടിലും അങ്ങനെങ്കിലും ഒരു വ്യത്യാസം വന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദൈവവചനത്തിന്റെ വികാസത്തിലേക്ക്, ദൈവാത്മാവിന്റെ അഭിഷേകത്തിലേക്ക് ജനങ്ങൾ നടത്തപ്പെടുന്നു എന്നുള്ളത് ശുഭോദർഗമായ ഒരു കാര്യമാണ്. സ്തോത്രം. അതുകൊണ്ട് കർത്താവിന്റെ പ്രവൃത്തി നിന്ന് പോയിട്ടില്ല, സമയം വൈകിപ്പോയില്ല. ദൈവത്തിന് എന്റെ ജനത്തോട് ചിലതൊക്കെ ചെയ്യാനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം. അത് സമൂഹത്തായാലും കുടുംബങ്ങളോടായാലും ദൈവം തമ്പുരാൻ വിവിധ മുഖാന്തങ്ങൾ കൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലത്തെ മുക്കാൽപ്പതേരത്തെ വിചിന്തനത്തിനായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം നമുക്ക് വായിക്കാം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ പിതാവേ, വായിച്ച വേദഭാഗത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ വചന സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുകയാണ്. ഈ തിരുവചന ഭാഗത്തും ചില വാക്കുകൾ ഓർമ്മിപ്പിക്കുവാൻ കൃപ തരണമേ. ചില ദാസന്മാർ കൂടെ ആ യൂറോപ്പ് മേഖലയിൽ നേർക്ക് 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവർത്തിച്ചതായ ദൈവപ്രവൃത്തിയുടെ മനോഹരത ഞങ്ങൾ ഈ ലേഖനത്തിൽ കൂടെ മനസ്സിലാക്കുന്നത്. ദൈവകൃപയുടെ അത്യന്തമായ ശക്തി ഞങ്ങൾ ഇന്ന് രാത്രി അനുഭവിക്കട്ടെ. ഈ
ഭവനത്തിനും കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്കും വളരെ അനുഗ്രഹത്തിനും സന്തോഷത്തിനും വിടുതലിനും മുഖാന്തരമാകണമേ. ഭാഷമത്തനായ പ്രിയപ്പെട്ടവർക്കായി നന്ദിയോടെ സ്തോത്രം തന്നെ. മൂത്താമോന്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് ഇന്നിവിടെ കൂട്ടായ്മ തന്നിരിക്കാൻ ഞങ്ങൾ ഇതിന്റെ വാഴ്ത്തുന്നു. ലണ്ടൻ ബന്ധുക്കോസ് ചർച്ചിന് അനുഗ്രഹപ്പെട്ട കുടുംബമായി അവരെവിടെ ആക്കിയിരിക്കുന്നുണ്ട്. എല്ലാം ഓർത്ത് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. എല്ലാ ഹൃദയങ്ങളോടും തമ്മിലാണ് സംസാരിക്കും. അനേക കാര്യങ്ങൾ പക്ഷവാദം ചെയ്ത് പ്രാർത്ഥിച്ചല്ലോ. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. നാമത്തിന് വൈവയ്ക്കായിട്ട് സംസാരിക്കണം. വണ്ണം പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ ഇടവന് വേണ്ട കൃപ നേരത്തെ അനുഗ്രഹമാക്കണം. പക്ഷേ ഞാൻ നാമത്തെ ഉപേക്ഷിക്കുന്നു. കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ പൗലോസിനെ വളരെ ബഹുമാനമുള്ള, എൻ്റെ ഹൃദയത്തിന് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഒരു പ്രവർത്തനമായിരുന്നു തെസ്സലോനിക്കയിലെ. ഫിലിപ്പിയായിൽ നിന്ന് നേരെ അവര് തെസ്സലോനിക്കയിലേക്കാണ് പോയത്. മാസിഡോണിയ, അഖായ പ്രോവിൻസുകൾ എന്ന് പറയുന്നെങ്കിലും BC 142 റോമാക്കാരായിരിക്കണം അത് വിഭജിച്ച് അഖായയൊന്നും മാസിഡോണിയയിൽ നിന്ന് രണ്ടാക്കി. വടക്കൻ ഭാഗത്തിന് മാസിഡോണിയയും തെക്കൻ ഭാഗത്തിന് അഖായ എന്നും പേരിട്ടു. ജാതീയ ലോകത്തിന്റെ എല്ലാ കൊട്ടിഘോഷങ്ങളും നടക്കുന്ന സ്ഥലങ്ങളായതല്ല. പ്രത്യേകിച്ച് അന്ന് വിഗ്രഹാരാധനയ്ക്കൊരു കുറവില്ല. എവിടെ 10 പേര് കൂടുന്നു അവിടെ ദൈവങ്ങളും കൂടും. നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് ആംഗ്ലിക്കൻ പ്രവർത്തകർ പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങളെക്കാൾ കൂടുതൽ ദൈവങ്ങളുണ്ടെന്നാ. ഇന്നല്ല, അന്ന് 20 കോടി ജനങ്ങളിൽ താഴെ ഇന്ത്യക്ക് ജനമുള്ളപ്പം 33 കോടി ദൈവങ്ങളുണ്ട്. നോക്കണേ, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. 1-ാം സ്ഥാനത്ത് ചൈനയും 2-ാം സ്ഥാനത്ത് ഇന്ത്യ എന്നുള്ളത് ചരിത്രം നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം വഴിവഴച്ച ഒരു ജീവിതത്തിലേക്ക് മനുഷ്യരെത്തിപ്പെട്ടത് ബാബിലോന്യ ആരാധനയിൽ കൂടെ. സകല മ്ലേച്ഛതയ്ക്കും വിഗ്രഹാരാധനയ്ക്കും വഴിമരുന്നിട്ട് ഒരു കേന്ദ്രമായിരുന്നു ബാബിലോൺ. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം വരെ ഈ പട്ടണത്തെ കുറിച്ച് വിവിധ നിലകളിൽ കാണാൻ സാധിക്കും. അങ്ങനെ ദൈവാരാധനയ്ക്കെതിരെ നിൽക്കുന്ന സാത്താന്യ മൂർത്തിയുടെ വലിയ ആരാധന കേന്ദ്രമുള്ള സ്ഥലമായിരുന്നു എഫേസോസ്, മാസിഡോണിയ, അഖായ. അങ്ങനെ വിവിധ എല്ലാ ഭാഗങ്ങളും നോക്കിയാൽ അവിടെയൊക്കെ ശക്തമായ അന്യാരാധനകൾ കാണാം. അപ്പം മനുഷ്യ ജീവിതങ്ങളെ ഇതുപോലെ പിടിച്ചൊതുക്കിയ ശക്തി വേറെ. സാത്താന്യ ആരാധനയ്ക്ക് അങ്ങനെ ഒരു വലിയ സ്വാധീനതയാണ്. ഇന്ന് ദാവിന്റെ ദാസൻ ഭാഷ രാജു മേത്ര
ഉമ്മനാട്ട് സംസാരിച്ച് ഞങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ അർത്ഥഗർഭമായിട്ട് തോന്നി. ഏത് ഭരണകൂടങ്ങളുടെയും മേൽ നിയന്ത്രിക്കുന്ന ഒരു സാത്താന്യ പ്രഭുവുണ്ട്. അതുകൊണ്ടാണല്ലോ ദാനിയേലിന്റെ പ്രാർത്ഥന പോലും തടയപ്പെട്ടു. 21 ദിവസം പാർസി രാജ്യത്തിന്റെ പ്രഭു എന്റെ പ്രാർത്ഥനയെ തടസ്സം ചെയ്തുകൊണ്ടുവന്ന് ദാനിയേൽ പ്രവചനം നമ്മൾ വായിക്കുന്നത്. അപ്പോ അന്നത്തെ പാർസ്യ ചക്രവർത്തിയെ നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ഘടകം അത് അന്നുകൊണ്ട് ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ, വാഴ്ചകൾ, അധികാരങ്ങൾ. അപ്പൊ ഇങ്ങനെ മാനവ സമുദായത്തെ ഒരുപോലെ ഗ്രസിച്ചിരിക്കുന്ന ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മനുഷ്യൻ ശാസ്ത്രം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സാഹിത്യം കൊണ്ടോ ഒന്നും രക്ഷപ്പെടത്തില്ല. ചേരപ്പാമ്പിന്റെ വായിലിരിക്കുന്ന തവള പോലെ ഒരർത്ഥത്തിൽ സത്യത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ജീവിതങ്ങളെ പോലും വിടാത്ത പുള്ളിയാണ്. അങ്ങനെയുള്ള സാത്താന്യ കോട്ടയിൽ ഏറ്റവും വലിയ ആക്രമണം നടത്തുന്ന ഒരു വലിയ അത്യന്ത ശക്തിയുണ്ട്. ആ പവർ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ കട്മിസൈൽ മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വചനം. ഈ ദൈവവചനം സാത്താൻ എത്ര കൊട്ടി അടച്ചാലും ശരി, അതിനെ ഭേദിച്ച് ജീവിതങ്ങളെ വെളിയെ കൊണ്ടുവരുവാൻ കഴിയുന്ന അഗ്നിയസ്ത്രമാണ് ദൈവവചനം. അതാണല്ലോ അപ്പോസ്തലൻ പറയുമ്പോൾ ദൈവവചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായി തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിവഞ്ചകളെയും വേർവിടുവിക്കും വരെ ഉളച്ചു ചെല്ലുന്നതും അദ്ദേഹത്തിന്റെ ചിന്തനങ്ങളെയും പാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ദൈവവചനം അതിൽ തന്നെ ശക്തമാണ്. അതുകൊണ്ടാണ് മാർട്ടിൻ ലൂതർ പറഞ്ഞത്, വചനത്തെ അഴിച്ചു വിടുക, നീ സിംഹത്തെ കെട്ടി നിർത്തണ്ട. ഈ വചനമാകുന്ന ഈ വലിയ സിംഹത്തെ നീ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ അവൻ അതിന്റെ പ്രവൃത്തി ചെയ്തോളൂ. എന്നാൽ ഇതിനെ സ്പീഡ് കൂട്ടുന്ന ശക്തീകരിക്കുന്ന ഒരു ഘടകമുണ്ട്, അത് പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ വചനത്തെ ഫലകരമാക്കി മനുഷ്യഹൃദയങ്ങളിലേക്ക് നൽകുന്നത് യഥാർത്ഥത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്. കേവലം ചുരുങ്ങിയ 3 ആഴ്ചത്തെ പ്രവർത്തനത്തിനകത്ത് ഒരു വലിയ സഭ തെസ്സലോനിക്കയിൽ ഉടലെടുത്തതിന്റെ കാരണം പരിശുദ്ധാത്മ ശക്തി അവിടെ വ്യാപരിച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെറിയ ലേഖനമായി
പല നിലയിലും നമുക്ക് സ്റ്റഡി ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു പുസ്തകം. ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ കാണുന്നത് മറ്റു പലരിലുമില്ലാത്ത ചില ഗുണവിശേഷങ്ങൾ ഈ തെസലോനിക്കരെ സംബന്ധിച്ച് അപ്പോസ്തലൻ എടുത്തു കാണിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ വിശേഷം ഞാൻ പറയാം. അവർ സന്തോഷത്തോടെ ദൈവവചനം കൈക്കൊണ്ടു എന്നുള്ളതാണ്. ഒന്നാം അധ്യായം ബഹുകഷ്ടം ആറാം വാക്യം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നോക്കണം, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. സ്തോത്രം. ആമേൻ. അതാ അവർക്കുള്ള പ്രത്യേകത. ദൈവ വചനത്തെ സ്വാഗതം ചെയ്യുന്നതിൽ വളരെ സന്തോഷമുള്ളവരാണ്. അവർ വളരെ സന്തോഷമുള്ളവരാണ്. മറിച്ച് ഞാൻ പറയട്ടെ, ഗബ്രിയേൽ അറിഞ്ഞു വന്നാലും ശരി അനങ്ങാത്ത പാറകളുണ്ട്. നമ്മുടെ നാട്ടിലും ഉണ്ട്, ഇവിടെ ഉണ്ട്. എന്തോ നാച്ചുറലായിട്ട് അവര് അങ്ങനെ താത്താൻ കിട്ടിയതാണോ? അവരുടെ ഹൃദയം അങ്ങനെ കരിമ്പാറയായിട്ട് കിടക്കുക. ഒരുപാട് നമ്മുടെ നാട്ടിൽ നെടുമ്പാറയുണ്ട്, കരിമ്പാറയുണ്ട്, ഒത്തിരി പാറയുണ്ട് നമ്മുടെ നാട്ടിൽ. പേരെല്ലാം പറയാതെ അങ്ങനെ തഴമ്പിച്ച കരിമ്പാറയുടെ അനുഭവത്തിൽ കിടക്കുന്നവനെ നല്ലതുപോലെ ഓടിച്ചെടുക്കാൻ കഴിയും ദൈവവചനത്തിൽ. പാറയെ തകർക്കുന്ന ചുറ്റുകയാണ്. സ്തോത്രം. നിന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമല്ലോ. പോലീസുകാരൻ ഇടിച്ച് സത്യം പറയാത്ത വലിയ പുള്ളികൾ അയ്യോ ഞാനത് ചെയ്തതാണ് എന്ന് പറയും. എപ്പോൾ? ദൈവവചനത്തിന്റെ മുമ്പിൽ. അതായിരുന്നു പണ്ടത്തെ ഉണർവ്. ആ ഉണർവൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്കൊക്കെ ചിലരൊക്കെ അല്പം പേരും അറിയാം. ഇപ്പൊ ആരോ പറഞ്ഞ പോലെ രാവിലെ ഭാഷ ടി തോമസ് പറഞ്ഞു, പ്രിയരെ പണ്ടൊക്കെ യോഗം നടന്ന് ജനം മാനസാന്തരപ്പെട്ടാൽ കണ്ണുനീരുണ്ട് അവർ നിലവിളിച്ചും കൊണ്ടാ മാനസാന്തരപ്പെടുന്നത്. ഇന്ന് മാനസാന്തരപ്പെട്ടാൽ ചിരിച്ചോണ്ടാ മാനസാന്തരം. പോയ പോക്ക് കണ്ടു എന്ന് പറഞ്ഞാൽ പാപഭാരം എന്താണെന്നോ ശിക്ഷാവിധി എന്താണെന്നോ ഒന്നും അറിയാം. കൊച്ചു പിള്ളേര് വായിക്ക് പിടിക്കുന്ന പോലെ. ശരിയാ, കരയാത്ത ഒരൊറ്റ ഹൃദയം. ഞങ്ങളുടെയൊക്കെ ആരംഭദശയിലെ ഏതൊരു കൂട്ടായ്മയിൽ ചെന്നാലും കൃപ അനുഭവിക്കുന്ന ഒരു ദൈവവൈദ്യൽ ഒരിറ്റ് കണ്ണുനീരൊഴുക്കാതെ എഴുന്നേറ്റ് പോകും. കാൽവരിനാഥന്റെ സ്നേഹത്തെ കുറിച്ച് ദൈവദാസന്മാര് പ്രസ്താവിക്കുമ്പോ ആ വലിയ സ്നേഹത്തിന്റെ മുമ്പിൽ കരയാത്ത ഒരു ഹൃദയവും കാണും. ലജ്ജ കൂടാതെ അമ്മായിയമ്മയും മരുമകളും കൂടെ എഴുന്നേറ്റ് നിന്ന് ക്ഷമാപണം ചെയ്ത് കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്യുന്ന യോഗങ്ങൾ, മാസയോഗങ്ങളിൽ ഈ മർത്തോമാക്കാരുടെ കൂട്ടായ്മ യോഗങ്ങളുണ്ട്. ചെറുപ്പത്തിൽ എൻ്റെ അമ്മച്ചിയുടെ കൂടെ ഞാനും പോകാൻ. ആ സാക്ഷിയോഗങ്ങളിലൊക്കെ എന്ത് വലിയ വിടുതല നടക്കുന്നത്.
60 കൊല്ലം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ വാർത്തവുമായി തട്ടിയോഗമൊന്നുമല്ല. സ്തോത്രം. അന്നൊരു 10 14 13 വയസ്സ് കാണും. 62 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞത് കല്ലായുള്ള ഹൃദയങ്ങളെ മാംസമാക്കി തീർക്കുന്ന ഈ ദൈവവചനത്തിനായിട്ട് സ്തോത്രം. പ്രിയരെ, നമ്മുടെ നാടൊക്കെ അനുഗ്രഹിക്കപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, പരമാർത്ഥ ഹൃദയത്തോടെ ദൈവവചനത്തെ അംഗീകരിപ്പാൻ നമ്മുടെ പൂർവന്മാരിൽ ചിലർക്കെങ്കിലും കഴിഞ്ഞു. വലിയൊരു അനുഗ്രഹം. നിങ്ങൾ നോക്കണം, നമ്മുടെ സെൻട്രൽ ട്രാവൻകൂറിനോട് ബന്ധപ്പെട്ടവരാണല്ലോ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നവർ നല്ലൊരു പങ്ക്. കിഴക്കോട്ട് പോയ അങ്ങ് റാന്നി വരെ, പടിഞ്ഞാട്ട് പോയ മാവേലിക്കര വരെ, തെക്കോട്ട് പോയാൽ പത്തനാപുരം വരെ. അത് ഇച്ചിരി കൂടുതലാ, എനിക്കൊരു പത്തനംതിട്ട പിടിച്ചാലും കുഴപ്പം. വടക്കോട്ട് പോയാൽ എറണാകുളത്തിനകം. ഇത്രയും സ്ഥലത്തിനകത്തുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക സൗന്ദര്യം കർത്താവ് കൊടുത്തിട്ടുണ്ട്. ചേര ചുറ്റുന്ന സൗന്ദര്യമല്ല. ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള യഹൂദജാതിയാണ്. അതിലൊട്ടും കുറയാത്ത വിവേകവും സൗന്ദര്യവും ആരോഗ്യവും വ്യക്തിത്വമുള്ള ജാതിയാണ് മധ്യവേദാങ്കൂറിലെ സുറിയാനി ക്രിസ്ത്യാനി. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ പിതാക്കന്മാർ ദൈവവചനത്തെ കലവറ കൂടാതെ സ്വീകരിച്ചു. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഈ ദൈവവചനം ആര് കൈക്കൊണ്ടിട്ടുണ്ടോ അവരെ അവരുടെ തലമുറയെ. ഞങ്ങൾ ആർത്തേപ്പള്ളി ഇരിക്കുമ്പോ അവിടെ ഒരു വീടുണ്ട്, മാളിക വീടെന്നൊരു വീട്. മാളിക വീട്ടിലെ ഗ്രേസിയാ ഞങ്ങൾക്കറിയാം. ഗ്രേസി അവിടെ 2 പിള്ളേരും കൊച്ചു കുഞ്ഞും ഗുണപ്പെട്ടു വന്നിട്ടില്ല. പുള്ളിക്ക് വാച്ചറപ്പിയാറെങ്കിലും കൊച്ചൊക്കെ പരിപാടിയൊക്കെ. നല്ല പ്രാർത്ഥിക്കുന്ന ഒരു തള്ളയായിരുന്നു ആ ഗ്രേസി. ഇപ്പം എല്ലാവരും മരിച്ചുപോയി. 2-3 പെൺകുഞ്ഞുങ്ങളും ഒരു മകൻ കൊച്ചുമാരും. ആ സഹോദരി ആ പെൺകുഞ്ഞുങ്ങളും ഒക്കെ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സേവിപ്പാൻ ഈ കാർത്തിപ്പള്ളിയുള്ള വിശ്വാസികളുടെ നടുവിൽ വളരെ മാന്യമായി ഒരു ചെറിയൊരു വീട്ടിലാവും നിങ്ങൾ താമസിക്കെങ്കിലും ആ വീട്ടുപേര് മാളിക വീടെന്നാ. ഇവിടെ വന്നപ്പോൾ നമ്മുടെ സാജനെ കേട്ടപ്പോൾ പറഞ്ഞു മാളിക വീടെന്നാ ഒരു വീട്ടുപേര്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സാഹചര്യങ്ങൾ എന്തായിരുന്നാലും ശരി, പരമാർത്ഥമായിട്ട് ദൈവത്തെ സേവിപ്പാൻ ആര് മനസ്സ് വച്ചിട്ടുണ്ടോ അവർ അനുഗ്രഹിക്കപ്പെട്ടു. അത് ഞങ്ങളുടെയും കൂടെ ഒരു അനുഭവം. എൻ്റെ കുടുംബം മാർത്തോമ്മ കുടുംബമാണ്. എൻ്റെ വല്യപ്പന്മാരും ഒക്കെ മാർത്തോമ്മ. എന്നാൽ ഞങ്ങളുടെ വല്യപ്പച്ചന്മാരിൽ 1-2 പേര് യാക്കോബക്കാരായിരുന്നു. അപ്പം എൻ്റെ പിതാവിൻ്റെ പിതാവ് വല്യപ്പച്ചനെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അതിനൊക്കെ അപ്പുറത്ത് കടന്നു പോയിരുന്നാൽ ഒരു പരമാർത്ഥിയായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. കൗമ്പ്രയാറ്റ് പള്ളിയിൽ തലമണ്ണിൽ അച്ഛൻ കുർബാന ഉപായമിട്ട് കുർബാനയ്ക്ക് മുമ്പുള്ള ഒരു വചനശുശ്രൂഷയുള്ള സമയത്ത് ക്രൂശിനെ ഉയർത്തി അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ ഒരു വലിയ പ്രകാശം ഈ അപ്പച്ചൻ കണ്ടു. പ്രാവ് തന്റെ നിലയ്ക്ക് മേലിറങ്ങി ഹല്ലേലൂയ ഹല്ലേലൂയ അതിങ്ങനെ പള്ളിക്കാത്തി. യാപത്തോമാച്ചാണ് ഒരു പാവപ്പെട്ട പരമാർത്ഥിയായിരുന്നു. ഈ
പട്ടാളയിൽ ചെന്ന എന്തുവാ ആരാധന മധ്യത്തിൽ ഹല്ലേലൂയ പറഞ്ഞു. ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വർഷങ്ങൾക്ക് ശേഷം കങ്ങടയിരിക്കുന്ന കാലത്ത് എന്റെ അമ്മ സ്നാനപ്പെട്ടതിന്റെ പേരിൽ കണ്ണൂരുട്ടി ചീത്ത പറഞ്ഞ ഒരപ്പച്ചനുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കാരണവരാ, വലിയ പുള്ളി. അദ്ദേഹത്തിന്റെ നേരെ ആരും നിൽക്കുകയില്ല. എന്റെ അമ്മ സ്നാനപ്പെട്ട് വന്ന് ചില ദിവസങ്ങൾ കഴിഞ്ഞ് എങ്ങനോ ഈ കടുവായുടെ കൈ കിട്ടി. ഒടിയാങ്ങ് പോയപ്പോ ഞങ്ങൾക്കൊക്കെ പോകാൻ പറ്റില്ലയോ? ഞങ്ങൾ വചനം അനുസരിക്കാം. ഓടി വചനം അനുസരിക്കാം. പിന്നെ പറഞ്ഞു വന്ന് നമുക്ക് പറയാൻ കൊള്ളുകയില്ല. എന്റെ അമ്മച്ചി ശാനപ്പെട്ടത് വചനം അനുസരിക്കുക എന്ന് പറഞ്ഞ് പുള്ളിക്ക് പിടിച്ചില്ല. കാരണം കുടുംബത്തെ അപമാനിച്ചേച്ച് പോയെന്നല്ലേ. കെട്ടുതാലി പറിച്ചു. വചനം അനുസരിക്കുക. അതേ പ്രസംഗം കാണിച്ചില്ല. അയ്യോ, കല്യാണം നടന്നാൽ പോലും ഞങ്ങളെ ഒന്നും വിളിക്കാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അവർക്ക് ഇനജാതികളെ പോലെ കണ്ട് മാർഗം കൂടിയവരായിട്ട് കാണുക. എന്നാൽ ഞാൻ ഈ അപ്പച്ചനെ കാണാനായിട്ട് കങ്ങഴയുന്നു. ഒത്തിരി വർഷങ്ങൾക്ക് ഇത് ഒത്തിരി ചരിത്രങ്ങൾ വേറെയാണ്. പ്രായം ചെന്ന് മരണത്തോളം ഒരു അങ്ങേറ്റം പോയി കാലങ്ങൾ തിരിയായി. അപ്പം ഞങ്ങളാ വെണ്ണിക്കുളത്തെ വസ്തുവൊക്കെ വിറ്റങ്ങ് പത്തനാപുരത്ത് കൂടുതൽ പോയി താമസിക്കുകയൊക്കെ ചെയ്ത കാലങ്ങളുണ്ട്. ഒത്തിരി വർഷങ്ങൾക്ക് ഈ വീടും നാടുമായിട്ടൊന്നും ഞങ്ങൾക്ക് വലിയ ബന്ധമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ അപ്പച്ചൻ വയ്യാതിരിക്കുന്നെന്ന് കേട്ടപ്പോൾ ഒന്ന് കാണാനായിട്ട് ഞാൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് ചെല്ലും. അതാരാ? ഞാനാണ്. ഞാനെന്ന് പറഞ്ഞ ഇങ്ങോട്ട് ഞാൻ കുഞ്ഞെ ഇങ്ങോട്ട് അടുത്ത് പാടാന്ന് പറഞ്ഞു. അപ്പം മുറ്റത്ത് ഒരു ജാതി കസേരയിൽ ഇങ്ങനെ തലയിൽ തൊപ്പിയൊക്കെ വെച്ച് ക്ഷമനായിട്ടിരിക്കുക. അടുത്ത് നിന്ന് നേരെ അകപ്പൊടിച്ചെന്ന് തലോടുകയും ഒക്കെ ചെയ്തേക്ക്. എടാ കുഞ്ഞെ, നിങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. എടാ, നിന്റെ വല്യപ്പൻ ഞങ്ങളുടെ ഹോമാച്ചായൻ ഞങ്ങളൊക്കെ കളിയാക്കാനായിരുന്നു. ഈ ഉറക്കമുണർത്തികൾ നിമിത്തം കിടന്നുറക്കണ്ട എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുശടിയൊക്കെ പോലെ ഉണർവ് പോലുള്ള പാട്ടുകളൊക്കെ അപ്പച്ചനുമൊക്കെ പാടുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന അർത്ഥമായില്ല. ബന്ധുക്കോസൊന്നും വന്നില്ലല്ലോ. അപ്പൊ മാർത്തോമാക്കാരായിരുന്ന എൻ്റെ വല്യപ്പനെയും കൂട്ടരെയും ഒക്കെ ഉറക്കമുണർത്തികളെന്നാണ് അവർ വിളിച്ചത്. അങ്ങനെ അത് ഞാൻ അറിയുന്നതില്ല, എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞു, എടാ, ആ ഉറക്കമുണർത്തിയുടെ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. നിങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടടാ. അതുകൊണ്ട് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇത്ര വലിയൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയത് വലിയൊരു പദവിയായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് പ്രിയരെ, സത്യം ഒരിക്കലും പരാജയപ്പെടത്തില്ല. സത്യം ജയിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞത് ചിലപ്പോ കൂടെ ഇറങ്ങാനും കൂടെ പാടാനും ആള് കിട്ടിയെന്ന് വരികയില്ല. എന്നാൽ പറയട്ടെ, ദൈവശബ്ദം കേട്ട് നീ സത്യത്തിന് വേണ്ടിയാണ് നേരെ നിൽക്കുന്നതെങ്കിൽ തമ്പുരാൻ നിന്നെ ഒരിക്കലും കൈവിടരുത്. ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞത് ഒരിക്കലുള്ളതായ വിശ്വാസികൾ അവരുടെ ഒരു ചെറിയ പങ്ക് യഹൂദ മാർഗത്തിൽ നിന്ന് വന്നവരാണ്. അത് കൂടുതലും ജാതീയ മണ്ഡലത്തിൽ യവനായക്കാരായ ആളുകളായിരുന്നു. തെസ്സലോനിക്കയിൽ വിശ്വാസത്തിൽ വന്ന ആളുകൾ അധികം പങ്കു. അത് പ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ
ആരംഭദശയിൽ അത് വായിക്കുന്നുണ്ട്. അപ്പോ അവർക്കുണ്ടായ അവർ വചനം കേട്ട് അപ്പോസ്തലനായ പൗലൂസിന്റെയും ശീലാസിന്റെയും രംഗപ്രവേശനം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു സംഭവമാണ്. ആ പള്ളിയിൽ, തെസലോനിക്ക പള്ളിയിൽ, യഹൂദ പള്ളിയിൽ അവർ സുവിശേഷം പറഞ്ഞപ്പോ അവരിൽ ഒരു പങ്ക് ആളുകൾ ക്രിസ്തുവിനെ അംഗീകരിക്കുകയും യഹൂദന്മാരെക്കാൾ പുറജാതികളിൽ നിന്നുള്ള ഒരു കർത്താവിനെ പിൻപറ്റുവാൻ തീരുമാനിക്കുകയും. പ്രവർത്തന ദിവസം 17-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചാണ്. അവർ അപ്പസ്തോലരും അപ്പൊല്ലോനിലും കൂടി കടന്ന തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളിയുണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തുകളിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. പ്രസംഗിച്ചു പോകുകയല്ല, വാദിക്കുക. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ തെളിയിച്ച് വിവരിച്ചു. യേശു ദൈവത്തിന്റെ ക്രിസ്തുവാണെന്ന് തെളിയിച്ചു. കാര്യകാരണ സഹിതം ന്യായപ്രമാണ തിരുവെഴുത്തുകളെ വിടർത്തി അപ്പോസ്തലൻ അവിടെ തെളിയിക്കുകയായിരുന്നു. അത് പൗലൂസിനെ പോലെ പറയാൻ ആർക്കും കഴിവില്ല. അത്ര പണ്ഡിതനാണ് അദ്ദേഹം. എന്നിട്ട് വിവരിച്ചുകൊണ്ടിരുന്നു. അവരിൽ ചിലരും കേട്ടോടെ, ഇത് കേട്ടോണ്ടിരുന്നപ്പോ അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയൊരു കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. ഇതാണ് ദൈവവചനത്തിന്റെ വിശേഷത. കേട്ടോ, പൗലോസ് ശക്തമായി ഇതൊന്ന് സംസാരിച്ചപ്പോൾ അവരിൽ ചിലര് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരിൽ ചെറിയ പങ്കും യവനന്മാരിൽ വലിയൊരു കൂട്ടവും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്ന് വന്നു. പിന്നെ യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി വലിയ ബഹളം ഉണ്ടാക്കി. യാസോന്റെ വീട് വളഞ്ഞു. അവിടെ യാസോൻ എന്ന് പറയുന്ന ഒരു നല്ല വ്യക്തി, പരമാർത്ഥിയായ ഒരു നല്ല സഹോദരൻ, അയാളെ വീട് വളഞ്ഞ് അയാളെ ആക്രമിക്കാൻ തുടങ്ങി. വലിയ വിപ്ലവം. ആ വിപ്ലവം അഴിച്ചുവിട്ട് അവർക്ക് ചെയ്യാവുന്ന ദ്രോഹമൊക്കെ നടത്തിയവർ. എന്നാൽ ഈ വിശ്വസിച്ച സഹോദരന്മാർ മാറിയില്ല. അവർ ഈ കഷ്ടതയൊക്കെ നോക്കണം. ഇനി തെസലോനിക്കയിൽ ആ ലേഖനത്തിലേക്കൊന്ന് മടങ്ങി വരാം. അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നു. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരിക്കുന്നു നിങ്ങൾ അറിയുന്നുവല്ലോ. മതി. അവരെ ഓർപ്പിക്കുകയാണ്, ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, ഇനെ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. ഇതാണ് വചനത്തിന്റെ വിശേഷം. പൗലോസ് സംസാരിച്ചതായ ദൂതിൽ വലിയ ശക്തിയേറിയ ആത്മവ്യാപാരം. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ വീണ വിത്ത് അത് ക്രിയ ചെയ്തു, ഫലകരമായി. അതുകൊണ്ട് എന്ത് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ഈ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകത്തില്ല. അതുകൊണ്ടാണ് അവർക്കുള്ളൊരു പ്രത്യേകത.
ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. വചനം കൈക്കൊണ്ടു. ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. സ്തോത്രം. അപ്പോൾ അവരെ സംബന്ധിച്ച് മറ്റെന്ത് കാര്യം എടുത്തു പറയുന്നതിനേക്കാൾ വളരെ വിശേഷപ്പെട്ടതായ ഒരു ദിവ്യ അനുഭവമാണ്. അവർ ദൈവവചനം കൈക്കൊണ്ടവരാണ്. ഹല്ലേലൂയ. ഇനി മാത്രമല്ല, ഈ വചനം കൈക്കൊണ്ടതിന്റെ മറ്റൊരു പ്രവൃത്തിയാണ് നമ്മുടെ കുറിവാക്യം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല. അതൊരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ ഇറക്കി വിടുകയല്ല ചെയ്തത്. അത് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ദൈവത്തെ ഇടപെടാതെ വിശ്വസിക്കുന്ന നിങ്ങളെ അത് വ്യാപരിക്കുന്നു. അപ്പൊ ഈ വചനം കൈക്കൊള്ളുക മാത്രമല്ല, ആ വചനത്തെ സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായി കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനൊരു പ്രത്യേകതയുണ്ട്. വിശ്വസിക്കുന്ന നിങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടേ. സ്തോത്രം. കുപ്പിക്കകത്ത് പച്ചവെള്ളം കോരി വെച്ചാൽ അത് അവിടെ ഇരിക്കുകയുള്ളൂ. വീഞ്ഞാണെങ്കിൽ നിറച്ചോണ്ടിരിക്കും. ഞാനൊരു സ്വഭാവമുണ്ട്, അത് കാണിക്കും. ഇതുപോലെ വചനം നമ്മുടെ ഉള്ളിൽ വന്നാൽ അതെന്ത് ചെയ്തുകൊണ്ടിരിക്കും? വ്യാപരിച്ചുകൊണ്ടിരിക്കും. വിശ്വസിക്കുന്ന നിങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ പ്രതിഫലനമാണ് അവരുടെ വിശ്വാസത്തിന്റെ തികവ്. അപ്പോസ്തലൻ അവരെ കുറിച്ച് ശ്ലാഘിച്ച് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. അതിലൊന്ന്, അവർ വിശ്വാസത്തിൽ തിറമുള്ളവരായി ദൈവത്തെ സേവിച്ചു. ഈ ലേഖനത്തിന്റെ മുഖവരയിൽ തന്നെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യം ഒന്ന് നോക്കിക്കാട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടപെടാതെ നമ്മുടെ ദൈവവും പിതാമാവിന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതാണ് അവരുടെ പ്രത്യേകത. വിശ്വാസത്തിന്റെ വേല. എന്താണ് വിശ്വാസത്തിന്റെ വേല? അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പലർക്കും പ്രയാസം. അത് അനുസരണമാണ് അതിന്റെ പ്രക്രിയ. ഒരുവൻ കർത്താവിനെ വിശ്വസിച്ച് കടന്നു വന്നാൽ അവർ കർത്താവിന്റെ വചനത്തെ അനുസരിക്കുന്ന മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ അത് വിശ്വാസത്തിന്റെ വേലയായിട്ട് പരിണമിക്കും. സുവിശേഷങ്ങളിൽ വായിക്കുന്നല്ലോ, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുക. അതുകൊണ്ട് കർത്താവിനെ പിൻപറ്റുന്ന തന്റെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിന്റെ വേലയുള്ളവരായിരിക്കും. അത് പ്രകടമാക്കുന്ന ക്രിയയാണ് സ്നാനം. നീ കർത്താവിനെ വിശ്വസിച്ചു എങ്കിൽ നീ അവനെ അനുസരിക്കാൻ
Praise the Lord. Hallelujah. ഓ ദൈവത്തിന് Oh, Jesus. ആ അനുസരണത്തിന്റെ പ്രക്രിയയാണ് യോഹന്നാൻ പറയുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരം. യോഹന്നാന്റെ ശക്തിയേറിയ ദൂത് കേട്ട് പലരും മാനസാന്തരം. ഈ മാനസാന്തരപ്പെട്ട വ്യക്തികൾ ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവരാൽ സ്നാനമേറ്റു. Praise the Lord. അവരുടെ അനുസരണത്തിന്റെ പ്രക്രിയയാണ് സ്നാനം. സ്തോത്രം ദൈവത്തിന്. അതുകൊണ്ട് പ്രിയരെ, വിശ്വാസത്തിന്റെ വേര ഒരുവനിലോ ഉണ്ടായി കഴിഞ്ഞാൽ ഏത് പ്രതികൂലം വന്നാലും സ്നാനപ്പെടാതെ പിന്നെ മാറി നിൽക്കത്തില്ല. സ്തോത്രം. വചനമകത്ത് കയറിയാൽ ആരും പറയാതെ സ്നാനപ്പെടുത്തും. പിന്നെ പഠിച്ചു നിൽക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സ്നാനപ്പെടുന്നവർക്ക് അടിയും തൊഴിയും ഒന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ച് പണ്ട് സഹോദരിമാർ ഒരുപാട് ദണ്ഡിക്കപ്പെട്ടു. കുടിയന്മാരായ ഭർത്താക്കന്മാരെ ഇടി ചെറിയ തോതിലൊന്നും. കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഒരു യോഗത്തിൽ പറഞ്ഞു, പെരുമ്പഴ കടവിൽ 7 പേരെ സ്നാനപ്പെടുത്തുന്നു. മൂന്നിസാറിന്റെ കാലത്താണ്. റാന്നിയിലൊരു വീട്ടിൽ ഭയങ്കര യോഗം നടന്ന് 7 പേര് സ്നാനം നടക്കുക. 7ാമത്തെ വ്യക്തിയെ സ്നാനപ്പെടുത്താൻ നിൽക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റ് വീശി വരുന്ന പോലെ ഒരുത്തൻ ചാടി ഒരൊറ്റ തെള്ള് ഷാറിന്റെ കൈക്കീഴ് സ്നാനപ്പെടാൻ നിൽക്കുന്ന സ്ത്രീയെ ഒരൊറ്റ തെള്ളു തള്ളി കയത്തിലോട്ട്. അവിടെ നീന്തറിയാവുന്നവളായതുകൊണ്ട് ചത്തില്ല, രക്ഷപ്പെട്ടവള്. സാർ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്, അയാൾ എന്നെ കൂടെ തെളിയിരുന്നെങ്കിൽ ഞാൻ ആ കയറ്റി പോയി. കാരണം അതാണ് അന്നത്തെ കാലം. എന്നാൽ എനിക്ക് സ്വസ്ഥതയുണ്ടായില്ല. ശ്വാസങ്ങളൊക്കെ കരയ്ക്കുമെന്ന് പ്രാർത്ഥിച്ച് കയറി പോന്നു. സഭായോഗം നടത്തി വൈകിട്ടത്തേക്ക് സാറ് വീട്ടിൽ വന്നു. കുമ്മനാട്ട് നടന്നു വരിക. റാന്നിയിൽ കുമ്മനാട് വരെ നടക്കുക, അല്ലാതെ കാറും ബസ്സും ഒന്നും ഇല്ല. നേരം വൈകിട്ട് 2-3 പേര് റാന്നിയിൽ നിന്ന് സാറിൻ്റെ വീട്ടിൽ വന്നു. സാറേ ക്ഷമിക്കണം, കാല് പിടിച്ച് ക്ഷമ ചോദിക്കാൻ. എന്താ കാര്യം? ആ സഹോദരനൊരു സ്വസ്ഥതയുമില്ല, അവനങ്ങ് ഭ്രാന്തനായി. അവനെന്താ കാണിക്കുന്നത്? പെരയ്ക്കകത്ത് കൂട്ടിയിട്ടേക്ക് ഞങ്ങൾ വന്നിരിക്കുക. സാറ് വന്നൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളെ ഇതിനെ കളിയാണ്, ഇത് ദൈവത്തോടുള്ള കളിയല്ലേ. ഹേതുവായി സാർ അവരോട് കൂടെ 2 സഹോദരന്മാരെയും കൂട്ടുകളാന്നേക്ക് പോയി. വീണ്ടും ഒരാഴ്ചത്തെ യോഗം. സാറിന്റെ ആത്മകഥയിലുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം. ആ ഒരാഴ്ചത്തെ യോഗം ഈ ഭ്രാന്തന്റെ വീട്ടിൽ തന്നെ നടന്നു. പിറ്റേ ആഴ്ച 40 പേരാ സ്നാനപ്പെടുന്നത്. ആദ്യം സ്നാനപ്പെടുന്നത് ഈ ഭാര്യ വെള്ളത്തിൽ തള്ളിയവനെ ആദ്യം സ്നാനപ്പെടുത്തി. രണ്ടാമതവന്റെ ഭാര്യ സ്നാനം. അങ്ങനെയാണ് റാന്നിയിൽ വേല ഉണ്ടായത്. 10-75 കൊല്ലം മുമ്പുള്ള സംഭവമായി പറഞ്ഞു. അല്ലാതെ ഇന്ന് ഒരു കാണുന്ന ബന്ധുക്കോസൊന്നും അല്ല. അന്ന് കരയുന്ന ദൈവമക്കൾ, കഷ്ടപ്പെടാൻ തയ്യാറുള്ള ദൈവമക്കൾ, പ്രാർത്ഥിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ. ഏത് വള്ളം വഴി വന്നാലും ശരി, ജീവൻ പോകുന്നു
സത്യം അനുസരിക്കാൻ തയ്യാറായി. സ്തോത്രം. Praise the Lord. Hallelujah. അതുകൊണ്ട് അന്നത്തെ പെന്തക്കോസ്തിന് അനുഭവ പെന്തക്കോസ് എന്നാ പറയുന്നത്. ഇന്നത്തെ പെന്തക്കോസ് അഭിനയ പെന്തക്കോസാണ്. ഞാൻ വിചാരിക്കുന്നില്ല കോട്ട പിള്ളേരൊക്കെ ചിരിക്കും. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ Hallelujah. ഏത് കുഴവമ്പന്റെ മുമ്പിലും സത്യത്തിനു വേണ്ടി കുഞ്ഞാട് പോലെ ഏൽപ്പിച്ചു കൊടുക്കുന്ന മാതാക്കൾ പിതാക്കന്മാർ അവർ മുഖാന്തരം ദേശം അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് പ്രിയരെ, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ അത് വചനം മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാണ് നിങ്ങൾ ദൈവത്തെ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്ന നിങ്ങളിൽ വ്യാപരിച്ചു. അവരുടെ വിശ്വാസം വിലയുള്ളതാണ് കേട്ടോ. വിലയുള്ള വിശ്വാസമാണ് അവരുടെ. അതുകൊണ്ടാണ് അവര് വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയാൻ കാരണം. ആമേൻ. അവരുടെ മാനസാന്തരത്തിന്റെയും അനുസരണത്തിന്റെയും മൗഢ ഉദാഹരണം പ്രത്യക്ഷമായ തെളിവാണ് 9-ാം വാക്യത്തിൽ പറയുന്നത്. 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ച്, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്ന് എന്നും അവർ തന്നെ പറയുന്നു. അവര് തന്നെ പറയും. ആര്? നിങ്ങളെ മുമ്പേ അറിഞ്ഞവർ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഇതായിരിക്കണം പെന്തക്കോസ്തുകാരുടെ സാക്ഷ്യം. എന്നെ നിങ്ങളെ അറിയുന്നവരിങ്ങനെ സാക്ഷ്യം പറയും. അവിടെ ഇവിടെ അവരുടെ പ്രത്യേക ഗുണങ്ങൾ ദൈവവചനങ്ങളുടെ അകത്ത് കയറിയപ്പോൾ അവരുടെ മാനസാന്തരം റൈറ്റാണ്, റിയാലിറ്റിയുള്ള മാനസാന്തരം. എന്ത്? ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ അവരുടെ മാനസാന്തരത്തിന്റെ ശരിയായ അടയാളമാണ് അവരിന്ന് സത്യദൈവത്തെ സേവിക്കുന്നത്. ഈ സത്യദൈവത്തെ സേവിപ്പാൻ ഇടയായത് എന്താ? വിഗ്രഹങ്ങളെ വിട്ടത് കൊണ്ടാണ്. സത്യദൈവത്തെ സേവിപ്പാനും പിന്നെ മരിച്ചവരുടെ ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്നു. അവർക്കൊരു ലക്ഷ്യമുണ്ട്. മടങ്ങി വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ കാത്തിരിക്കുന്നു. സ്തോത്രം. ഇന്ന് കർത്താവ് വന്നാൽ എനിക്ക് സ്വർഗത്തിൽ പോകണം. അവരതിനു വേണ്ടി കാത്തിരിക്കുന്നവർ. അന്നത്തെ പൗലോസിന്റെയും അന്നത്തെ വിശ്വാസികളുടെയും അകത്ത് കിടന്നത് അവരുടെ ആയുസ്സിൽ യേശു വരുമെന്ന്. ഇത്രയും നൂറ്റാണ്ടുകൾ നീണ്ടുവന്നോ അവർക്ക് ചിന്ത ഉണ്ടായിരുന്നു. അവിടെ ജീവനോടെ ശേഷിക്കുന്ന നാം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം. ആ ലേഖനം വായിക്കുന്ന വിശുദ്ധന്മാരും ലേഖനം എഴുതുന്ന അപ്പോസ്തലനും ജീവനോടെ ശേഷിക്കുന്ന നാം
അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ ഇതാ സ്വർഗത്തിൽ നിന്ന് വരുന്ന കർത്താവിനെ കാത്തിരിപ്പാനും മാത്രമല്ല ആ വിഗ്രഹങ്ങളെ വിട്ട് അവർ ദൈവത്തെങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നുള്ളത് അവര് തന്നെ പറയും. നിങ്ങളെ അറിയുന്നവരൊക്കെ ഇപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്കുള്ള മാനസാന്തരം സത്യമായിരുന്നു എന്നും നിങ്ങളുടെ അയൽക്കാരും നിങ്ങളുടെ സ്നേഹിതന്മാരും നിങ്ങളെ പണ്ടേ അറിഞ്ഞവരും നിങ്ങൾക്ക് മട വെച്ചവരും ഒക്കെ പറയുന്നു നിങ്ങൾ ഇറങ്ങി തിരിച്ച മാർഗം സത്യം. അത് വരെയുള്ളതാണ്. പള്ളിക്കാർ പണങ്ങിയാലും പട്ടക്കാർ പണങ്ങിയാലും നാട്ടുകാർ പണങ്ങിയാലും വീട്ടുകാർ പണങ്ങിയാലും സത്യം ഒന്നേ ഉള്ളൂ. ആ സത്യത്തിന് വേണ്ടി മനുഷ്യമുഖം നോക്കുന്നവര് കൂട്ടം കയറിച്ചും പാടിയത് അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാ ഭംഗമില്ലാതോട് കിരീടം പ്രാപിക്കാം. അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാ ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. പാപം തള്ളി ലക്ഷ്യം നോക്കി മറ്റൊരു ഗുണവിശേഷം കൂടെ പറഞ്ഞ് ബലതുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ നിർത്താം. ബാക്കിയൊക്കെ പിന്നെ ഒരു അവസരം എടുക്കാം. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കാം. നിങ്ങളുടെ അടുക്കൽ നിന്നും കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതാ പ്രത്യേകത. മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല. ഇന്നത്തെ പോലെ ലാപ്ടോപ്പ് എന്നുള്ള കാലമല്ല കേട്ടോ. ഇപ്പം
ആധുനിക സമ്പ്രദായം എല്ലാം വന്ന പിള്ളേർക്ക് അക്ഷരവും അറിയാൻ വയ്യ, കണക്ക് കൂട്ടാനും അറിയാൻ വയ്യ. എപ്പോഴും ഇതും കൊണ്ടൊക്കെ നടന്നേലേ പറ്റും നടക്കത്തുള്ളൂ. ഞങ്ങളുടെ കണക്ക് കൂട്ടി ഇപ്പോഴും മനക്കണക്കാ. 10,000 കണക്ക് കൂട്ടിയാലും മനക്ക് കൂട്ടിയാൽ ഞാൻ മനക്കണക്കിൽ പറയുന്നു. പക്ഷെ നിങ്ങൾക്ക് ഈ സാഹിത്യം പുസ്തകം കയ്യിലിരിക്കണം. കുറ്റം പറയല്ല. കാരണം ഇന്ന് ആ നിലയിൽ വന്ന കുഞ്ഞുങ്ങൾക്ക് സ്പെല്ലിങ് അറിയത്തില്ല, കണക്കും അറിയത്തില്ല, എല്ലാം ഇതേ ഇങ്ങനെ തപ്പണമല്ലോ. സ്തോത്രം. എന്നാൽ ഇവിടെ നാം കേട്ടല്ലോ, നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത്. എനിക്ക് അവിടെ ഇന്നാ പറയാനുള്ളത് സമയമില്ല. അവരുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം എവിടോട്ടൊക്കെ അഖായയിലും എല്ലായിടവും. അപ്പൊ തെക്കും വടക്കും കേട്ടോ, ഇവിടെ 2 ഭാഗത്തും അത്രയും വിസ്തീർണമായ ആ വലിയ പ്രോവിൻഷ്യൽ കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നു. അത് മക്കദോന്യ അഖായയിലും മാത്രമല്ല, എല്ലായിടവും വിശ്വസിക്കുന്നവർക്ക് എല്ലായിടത്തും അത് പ്രസിദ്ധമായി. വളരെ സ്പ്രെഡ് ചെയ്തു. ദൈവവചനം പ്രസിദ്ധമായി. സ്തോത്രം. ഇന്ന് പലരും വിചാരിക്കുന്നത് ഇനി നമ്മുടെ സഭയൊന്ന് ജീവൻ പറിക്കണേൽ ആരാ രാജീവമാത്ര വരണം. ഞാൻ പറയാം, ഗബ്രിയേൽ വന്നാലും നിന്റെ അകം ശരിയാകാതൊന്നും ശരിയാകില്ല. ജനത്തിന് പാപബോധവും മനസ്സാക്ഷവും ശുദ്ധീകരണം ഉണ്ടെങ്കിൽ മാത്രമേ സഭ അനുഗ്രഹിക്കപ്പെടും. അത് ഞാൻ വിശ്വസിക്കുന്നത് ലണ്ടൻ ബന്ധുക്കോസ് ചർച്ച ഈ രാജ്യത്തെ മറ്റുള്ളവരുടെ നടുവിൽ ഒരു എക്സലന്റ് ചർച്ച ആയിട്ട് മാറും. തെസ്സലോനിക്ക സഭയുടെ ആ മാതൃക നിങ്ങൾക്കുണ്ടാകണം. ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല എല്ലായിടത്തും ദൈവത്തിന്റെ വിശ്വാസം പ്രസിദ്ധമായി. അപ്പൊ മുഴങ്ങിച്ചെല്ലാൻ കൊള്ളുന്നത് ആ ദൈവ വചനം. അത് മുഴങ്ങിച്ചെന്നു എന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടു കൂടെ ഈ വചനം കൈക്കൊണ്ടതാണ്, ഹൃദയങ്ങളോട് തരം പിടിച്ചതാകാൻ. സ്തോത്രം. അതുകൊണ്ട് ഈ വചനം അകത്ത് കയറിയപ്പോ പിന്നെ കാലമൊക്കെയല്ല, പിന്നെ അവര് പെന്തക്കോസ്ത് ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അങ്ങനെയുള്ള ഒരു അനുഗ്രഹം നമ്മൾ പ്രാപിക്കണം. നമുക്കിപ്പം നമ്മുടെ നാട്ടിലെ പോലെ സ്വാതന്ത്ര്യമില്ല, പേടിയില്ല, ഉറക്കം പാടാൻ വയ്യ, പ്രാർത്ഥിക്കാൻ വയ്യ. 10 പേര് ഉറക്കം സ്തോത്രം ചെയ്ത് ആരാധിച്ചു പോകാൻ, പിന്നെ അതിനപ്പുറത്ത് ഒരു വേറെ ഉണ്ടാകും. ഒന്നും വേണ്ട, തമ്പുരാനങ്ങ് നിയന്ത്രിച്ചോളൂ. ആർഭാടത്തിലും ഒച്ചപ്പാടിലും അല്ലല്ലോ, നമ്മുടെ ഉള്ളിലാണ് കത്തേണ്ടത്. നമ്മുടെ ഹൃദയം കത്തിക്കഴിഞ്ഞാൽ സംഗതിക്ക് വലിയ മാറ്റം വരും. ഈ വചനം അങ്ങോട്ട് ചെല്ലുമ്പോൾ രോഗികൾ സൗഖ്യമാകുക, ഭൂതങ്ങൾ വിട്ടുപോകുകയാണ്. ദൈവവചനത്തിന്റെ മുമ്പിൽ ഒരു പിശാചും നിൽക്കത്തില്ല. ദൈവത്തിന്റെ ജനമേ, പട്ടണത്തെ അനുഭവത്തിലേക്ക് ആ തെസ്സലോനിക്ക വിശുദ്ധന്മാർ കഷ്ടങ്ങളുടെയും പോരാട്ടങ്ങളുടെയും നിന്ദയുടെയും നടുവിൽ ദൈവവചനത്തെ കൈക്കൊണ്ട് കർത്താവിനും അപ്പോസ്തലന്മാർക്കും അധികാരികളായി ആ നല്ല കാഴ്ചപ്പാടോട് പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിന് വേണ്ടി അഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ
ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുവാൻ ആമേൻ. നമുക്ക് ഏൽപ്പിക്കപ്പെടാം. Praise the Lord. കർത്താവേ, ഞങ്ങളാൾക്ക് പേര് ആമേൻ. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്ക് ഈ ഭവനത്തിന് കർത്താവിന്റെ പാദപ്പെടുത്തി കടന്നു വരുവാനും ഓ കൃപ, കൃപ, കൃപ. പാടുവാനും പ്രാർത്ഥിപ്പാനും ആത്മാവിൽ സന്തോഷിപ്പാൻ കർത്താവേ ആമേൻ. ഏറ്റവും വലിയായിട്ട് പുട്ടകാരകന പ്രിയ കർത്തദാസിനും കൂടെ അനുഗ്രഹീതമായ ദൈവത്തിന്റെ വചനം സമ്പന്നമാരാഹതരെ ബലഹന്ദനാരവ. ദൈവത്തിന്റെ വചനം എവിടെ ചെല്ലുന്നു അവിടെ രൂപാന്തരം സംഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. കാഠിന്യമേറിയ അവസ്ഥയെ അത് മൃദുലമാക്കി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ വചനം പരിവർത്തിക്കുന്നു. പാറ പോലെ ഉറച്ച ഹൃദയത്തെ അത് മെഴുകുപോലെ ഉരുക്കുവാൻ ദൈവത്തിന്റെ വചനത്തിൽ മാത്രമേ ആമേൻ, 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 ആമേൻ. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും ദൈവത്തിന്റെ പരിവർത്തനത്തെക്കുറിച്ചും ജനങ്ങളിൽ എങ്ങനെ പരിവർത്തിച്ചു, സഭകളിൽ എങ്ങനെ പരിവർത്തിച്ചു, തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ജാതീയ ആരാധന നടുവിൽ നിന്ന് വിഗ്രഹാരാധനയുടെ നടുവിൽ നിന്ന് അതിനെ വിട്ട് വരുവാനക്കണം. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ് അവിടെ ഉടലെടുത്തത്. അവരെ പ്രത്യേകമായോട് പറഞ്ഞ അവർ ബഹു കഷ്ടം സഹിക്കേണ്ടിവെങ്കിലും ദൈവത്തിന്റെ വചനം അവരെ മുറുകെ പിടിച്ചു. മുറുകെ പിടിക്കുക മാത്രമല്ല, അത് അവരിൽ നിന്ന് മുഴങ്ങിക്കേട്ടു. അവരായിരിക്കുന്ന ആ ചെറിയ പശ്ചാത്തലത്തിൽ മാത്രം എല്ലായിടത്തേക്കും മുഴങ്ങോടെ എത്തുന്നു. അവിശ്വാസം പ്രസിദ്ധമായി തീർന്നു. അനുഗ്രഹീത വചനം ഇന്ന് രാത്രിക്കാലം കർത്തദാസിന് കേൾപ്പാടിയാത്ത വചന സംസാരിമദാസിനെ ബലപ്പെടുത്തിയതോ തന്റെ പ്രായാധിക്യത്തിൽ ഈ തണുപ്പേറിയ അവസ്ഥയില് അനുഗ്രഹീത ശിക്ഷ നിർത്തുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ഭവനത്തെ അനുഗ്രഹം പ്രാർത്ഥിക്കാം. വന്നിരിക്കാൻ എന്റെ ദൈവത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവജനം നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ, ദൈവത്തിന്റെ ശക്തി കടന്നു വരുമ്പോൾ അതനുസരിക്കുന്ന വ്യക്തികളുടെ അടുത്ത സ്റ്റെപ്പിനെ കുറിച്ചും മാനസാന്തരം ഉണ്ടായാൽ, ദൈവത്തിന്റെ പ്രക്രിയ ഉണ്ടായാൽ, പരിവർത്തനം ഉണ്ടായാൽ അവർ അടുത്ത സ്റ്റെപ്പാണ് ദൈവത്തെ അനുസരിക്കുക. അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടുകളും മേധസ്സിനേക്കാളും നല്ലതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ വചനം കേട്ട് ഹൃദയത്തിൽ പരിവർത്തനം വ്യക്തികള് ദൈവത്തിന്റെ അടിസ്ഥാനമായ കാണിച്ച മാതൃകയാകാൻ സ്നാനം ഏറ്റുകൊണ്ട് അവരോട് ചേരുവാനൊക്കെ ഇന്ന് രാത്രിക്കാലം ഈ വചനത്തിന്റെ ക്രിയ അവർ നടക്കുവാനൊക്കെ രാത്രിക്കാലം തീരുമാനം എടുക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല രാത്രിയുടെ യാമത്തിനെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ തിങ്കളാഴ്ച രാത്രിക്കാലം ഈ ദേശത്ത് ഇവിടുള്ള ക്രിസ്തീയ സ്നേഹികളായ ദൈവവചനത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളുമായിട്ട് ഒരുമിച്ച് ഈ ഭവനത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ വിലപ്പെട്ടൊരു അവസരം ദാനമായി നൽകിയ കൃപകൾക്കായി വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. പ്രാർത്ഥന സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.